ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. നമ്മൾ ആഹാരം കഴിച്ച് 11 മണിക്കായിരുന്നു. ഇപ്പോൾ 2 മണിയായി. അപ്പോൾ നമ്മുടെ അടുത്ത തീറ്റയ്ക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത തീറ്റയ്ക്ക് എന്താണ് തിന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ചോറാണ് തിന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഞാൻ നിങ്ങളടുത്ത് പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞ് പ്ലേറ്റിലൊന്നും തിന്നരുത്. നിങ്ങളൊക്കെ ആഹാരം കഴിക്കുന്നത് മേ ബി ഇങ്ങനത്തെ പ്ലേറ്റിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ പ്ലേറ്റിലായിരിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ പ്ലേറ്റിലൊന്നും അല്ല കഴിക്കേണ്ടത്. ഇങ്ങനത്തെ പ്ലേറ്റിലായി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കുറച്ച് ചോറിട്ടാലും ഇഷ്ടം പോലെ ചോറിട്ടിടണമെന്ന് തോന്നുകയും ചെയ്യും. നിങ്ങൾ അത്രയും തിന്നിട്ട് നിങ്ങൾ പറയും ഞാൻ ഇഷ്ടം പോലെ ചോറുന്നുണ്ട്, പക്ഷെ എനിക്ക് വണ്ണം വെക്കുന്നില്ല നിങ്ങൾ പറയും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ പ്ലേറ്റിലൊന്നും അല്ല ആഹാരം കഴിക്കേണ്ടത്. ഞാൻ ഏത് പ്ലേറ്റിലാണ് കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. ഓൾമോസ്റ്റ് അത്രയെങ്കിലും വലുപ്പമുള്ള, അത്രയും ഇല്ലെങ്കിലും വീട്ടിൽ ഏറ്റവും വലിയ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ വേണം ഫുഡിട്ട് കഴിക്കാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മണി വലിയ പ്ലേറ്റ്. ഈ പ്ലേറ്റിലാണ് ഞാൻ ആഹാരം കഴിക്കാറുള്ളത്. കാരണം ഈ പ്ലേറ്റ് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഫുൾ മന്തി കൊണ്ടുവരുന്നൊരു പ്ലേറ്റ് ഇല്ലേ, ആ പ്ലേറ്റിൻ്റെ അത്രയും അതിനേക്കാളൊരു ശകലം കൂടെ കുഞ്ഞത് അത്രയും ഉണ്ട് ഈ പ്ലേറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ചോറിട്ടാൽ നമ്മൾ ഒട്ടും കഴിച്ചിട്ടില്ല എന്നുള്ള ഫീൽ നമുക്ക് വരും. അതുകൊണ്ട് നമ്മൾ മിനിമം പകുതി എങ്കിലും ചോറിട്ടാലേ നമുക്കത് കുറച്ചെങ്കിലും ആ പ്ലേറ്റിലുണ്ടോ എന്ന് തോന്നത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ നല്ലപോലെ ആഹാരം കഴിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ചോറുണ്ടോ, സാധാരണ ഇത്രയും കഴിക്കുന്നതല്ല. പിന്നെ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചും കൂടെ ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തല്ല, അമ്മ ഇട്ട് തന്നെ. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ, നിങ്ങൾ നോർമലി തന്നെ വലിയ പ്ലേറ്റ് എടുത്ത് അത് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതിൽ ഒരു കുറച്ചെങ്കിലും എന്ന് വെച്ചാൽ തീരെ കുഞ്ഞാവാതെ ഒത്തിരി ആവാതെ മീഡിയം ലെവലിൽ ചോറിട്ട് വേണം ആഹാരം കഴിക്കാൻ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഇടയ്ക്ക് വെള്ളം കുടിക്കരുത്. വെള്ളം കുടിക്കാൻ തോന്നും, തൊണ്ടയിൽ കുരുവാണെങ്കിൽ മാത്രം കുടിച്ചാൽ, അല്ലാതെ വെള്ളം കുടിക്കരുത്. പിന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു മീൻ സാധനം കാണുമല്ലോ, മീൻ വറുത്തതോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്തുവാ മുട്ടയോ അങ്ങനെ എന്തുവാ അച്ചാറൊക്കെ കാണും. പിന്നെ അതൊക്കെ ഒരു ലേശം ഉപ്പ് ഇത്തിരി കൂടുതൽ ഇട്ടിട്ട് ഫുഡ് കഴിക്കാം. അപ്പം വേഗം കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പോയി കഴിച്ചിട്ട് വരാം, നിങ്ങൾ പോയി കഴിച്ചോ. എല്ലാവരും നടുക്കുന്ന എടുത്തായിരിക്കും തിന്നുന്നത്. നടുക്കോട്ടും അങ്ങോട്ട് ചാറൊക്കെ എന്തെങ്കിലും ഒഴിക്കുക തിന്നുക. പക്ഷേ നമുക്ക് എടുത്ത ചോറ് മൊത്തം തിന്നണമെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് അമ്മ എനിക്ക് ചോറ് കൊണ്ടുവന്നത് ഈ ഒരു പോർഷനിലായിരുന്നു. ഞാൻ ഇത് ഇങ്ങനെ അങ്ങ് ചരിച്ചിട്ട് അവിടുന്ന് കുറച്ച് JCB വെച്ച് തുറന്നെടുക്കൂലേ, അതുപോലെ തുറന്നെടുത്തിട്ട് തിന്നുന്നത്. അങ്ങനെ തിന്നുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കാനായിട്ട് തോന്നും. എന്ന് വെച്ചാൽ ഇത് ഇത്ര ഉണ്ടല്ലോ എന്ന് തോന്നത്തില്ല. അതിന് കുഞ്ഞു പീസായിട്ട് എടുക്കുമ്പോഴേക്കും വേഗം അങ്ങ് തിന്നും. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് മതിയായി നിറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പീസിൽ നിന്ന് വീണ്ടും ഞാൻ ചെറുതാക്കി കുഞ്ഞു പീസ് വെച്ചായിരിക്കും തിന്നുന്നത്. അങ്ങനെ തിന്ന് ഞാൻ സാധാരണ നോർമലി ഞാൻ പണ്ടൊക്കെ 5-6 മിനിറ്റ് കൊണ്ട് ആഹാരം കഴിയുമായിരുന്നു. കാരണം ഞാൻ ആഹാരം കഴിക്കത്തില്ലായിരുന്നു അതുകൊണ്ട്. ഇപ്പം ഞാൻ 1.5 മണിക്കൂറെങ്കിലും ഞാൻ ആഹാരം കഴിക്കുമ്പോൾ എടുക്കും. കാരണം ഒന്നാമത് ഞാനൊരു സ്ലോ ഈറ്ററാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത ഫുഡ് കളയരുത് കേട്ടോ. എടുത്ത ഫുഡ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ കളയാം എന്നുള്ള ടെൻഡൻസി വരും. അതുകൊണ്ട് എടുത്ത ഫുഡ് കളയാതെ മൊത്തം തിന്നണം. അങ്ങനെ ഈ ഫുഡ് ഇത്രയായിട്ട് മൊത്തം ഇരുന്നങ്ങ് തിന്നോളാം.